സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ രചിച്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇല്ലം എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പ്രകാശനമാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഇല്ലം ദി മാനർ ഓഫ് ദി ആൻഷ്യൻസ് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് കോഴിക്കോടുള്ള മാൻകൈൻഡ് ലിറ്ററേച്ചർ എന്ന കമ്പനിയാണ്. ഇല്ലം പരിഭാഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ യുവ എഴുത്തുകാരനുള്ള അവാർഡ് നേടിയ മിഥുൻ മുരളിയാണ്. സ്വാഗത പ്രസംഗത്തിനായി ഈ പുസ്തകത്തിൻ്റെ പരിഭാഷകൻ ട്രാൻസ്ലേറ്റർ മിഥുൻ മുരളിയെ ക്ഷണിക്കുന്നു. Esteemed dignitaries on the dais, സദസ്സിലിരിക്കുന്ന my family, my teachers, my students, my friends, my relatives and my well-wishers. എൻ്റെ ഡ്യൂട്ടി വെൽക്കം അഡ്രസ്സാണ്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് വിൽ ഗെറ്റ് റൈറ്റ് ഡൗൺ ടു ഇറ്റ്. ആദ്യമായി ഞാൻ ഈ ബുക്ക് റിലീസ് ഫംഗ്ഷന് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ടി.പി. ശ്രീനിവാസൻ സാറിനെയാണ്. അദ്ദേഹം എൻ്റെ മെൻറ്ററാണ്. അദ്ദേഹത്തിൻ്റെ കേരള ഇൻ്റർനാഷണൽ സെൻറ്റർ എന്ന ഫോറിൻ പോളിസി ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് തിങ്ക് ടാങ്കിലെ മെമ്പറാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കവടിയാർ ജവഹർ നഗറിലുള്ള വേദിയിൽ ഞങ്ങൾ ഒത്തുകൂടി ലിറ്ററേച്ചറിനെയും ഫോറിൻ പോളിസിയെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. അദ്ദേഹം കിങ് ആർത്തർ ആൻഡ് ദ നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ പോലെ ഹി വുഡ് ബി ദി ബെനവലന്റ് patriarch at the head of the table. And sir, thank you so much for offering me a seat at the table. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പോഷർ വളരെ വലുതാണ്. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും. ദ റൈറ്റർ ഇൻ മീ വാസ് ഫോർജ്ഡ് ഇൻ J3 ജവഹർ നഗർ. ഐ വാംലി വെൽക്കം ശ്രീ ടി.പി. ശ്രീനിവാസൻ IFS, former ambassador and permanent representative of India to the United Nations, to this function. And അടുത്തതായി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശ്രീ കെ ജയകുമാർ സാറിനെയാണ്. എൻ്റെ ആദ്യ പുസ്തകമായ ലെറ്റർ ടു ദ വൂം എന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷന് ഫോർവേഡ് എഴുതി തന്നത് ശ്രീ കെ ജയകുമാർ സാറാണ്. ഇപ്പോഴത് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ നാണം തോന്നുന്നു. കാരണം 1-2 ചീസി ആയിട്ടുള്ള റൊമാൻസ് സ്റ്റോറീസ് ഒക്കെ അതിലുണ്ടായിരുന്നു. എന്നാലും ജയകുമാർ സാർ അത് ഓരോ വാക്കും വായിച്ച് 4.5 പേജുള്ള ഒരു അവതാരിക അദ്ദേഹം എഴുതി തന്നു. ഓരോ സ്റ്റോറിയെ പറ്റിയും ഓരോ ക്യാരക്ടറിനെ പറ്റിയും അദ്ദേഹം ക്രിട്ടിക്കൽ കമൻട്രി എഴുതി തന്നു. ഐ വാസ് എ നോ ബഡി ബാക്ക് ദെൻ. ഇന്ന് എനിക്ക് എഴുത്തുകാരൻ എന്ന നിലയിൽ ചെറിയൊരു മേൽവിലാസമുണ്ട്. പ്രൈം മിനിസ്റ്ററുടെ യങ് റൈറ്റേഴ്സ് അവാർഡ് കിട്ടി. എൻ്റെ പുസ്തകം ഒരു നോബൽ ലോറിയറ്റ് ലോഞ്ച് ചെയ്തു. പുസ്തകം ഗവൺമെൻറ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർസിൽ എക്സിബിറ്റ് ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ കാണുവാനുള്ള ഇൻവിറ്റേഷൻ കിട്ടി. രാഷ്ട്രപതി ഭവൻ വരെ എത്തി നിൽക്കുന്ന ആ ഒരു റൈറ്റിംഗ് കരിയറിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ജയകുമാർ സാർ തുടങ്ങി തന്ന ആ ഒരു ഫോർവേഡ് ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന നേട്ടത്തിന്റെ നിറവിലിരിക്കുന്ന ശ്രീ ജയകുമാർ സാറിനെ വെൽക്കം ചെയ്യുന്നു. ഐ വാംലി വെൽക്കം ശ്രീ കെ ജയകുമാർ IAS, ഫോമർ ചീഫ് സെക്രട്ടറി ഓഫ് കേരള ആൻഡ് ഫൗണ്ടർ വൈസ് ചാൻസലർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി ടു ദിസ് ഫംഗ്ഷൻ. അടുത്തതായി ഇല്ലത്തിന്റെ എഴുത്തുകാരൻ ഓണക്കൂർ സാറിനെയാണ് സ്വാഗതം ചെയ്യാനുള്ളത്. ഓണക്കൂർ എന്ന അധ്യാപകനെ ഞാൻ ആദ്യമായി കാണുന്നത് BA ഇംഗ്ലീഷിന് പഠിക്കുമ്പോൾ കോളേജിൽ അദ്ദേഹം ഒരു ഫംഗ്ഷന് ചീഫ് ഗസ്റ്റായി വന്നപ്പോഴാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എൻ്റെ നെഞ്ചിൽ തറച്ചു. അദ്ദേഹം പറഞ്ഞത് സഹപാഠിയെ പ്രേമിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. സഹപാഠിക്ക് പ്രണയമല്ലേ കൊടുക്കുന്നത്, വിഷമല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആ ജനറേഷനിലുള്ള ഒരു അധ്യാപകൻ ഇത്രയും പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചതിൽ എനിക്ക് ആരാധന തോന്നി. ഓണക്കൂർ എന്ന എഴുത്തുകാരനെ പരിചയപ്പെട്ടത് ഇല്ലം, പ്രണയത്താഴ്വരയിലെ ദേവദാരു, ഉൾക്കടൽ തുടങ്ങിയ നോവലുകൾ വായിച്ചപ്പോഴും ഉൾക്കടൽ എന്ന സിനിമ കണ്ട് അതിൻ്റെ തിരക്കഥയുടെ ഭംഗി ആസ്വദിച്ചപ്പോഴുമാണ്. ഓണക്കൂർ എന്ന മനുഷ്യനെ അടുത്തറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥ വായിച്ച് ഇൻസ്പയർഡായി അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ പോയപ്പോഴാണ്. അദ്ദേഹം മാർ വാനിയോസ് കോളേജിലെ മലയാളം പ്രൊഫസർ ആയിരുന്നപ്പോഴുള്ള അനുഭവങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനും മാർ വാനിയോസിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പലതും എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നി. അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അന്നാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെല്ലാം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലം ഒഴിച്ച്. ഇല്ലം വളരെ പ്രസക്തിയുള്ള ഒരു കൃതിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ്. സാഹിത്യ അക്കാദമി പഞ്ചാബിയിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇല്ല. അന്ന് ഓണക്കൂർ സാർ വാത്സല്യത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിനെ ഇല്ലം നിനക്ക് വേണ്ടി ആരോ കാത്തു വച്ചിരുന്നു എന്നാണ്. ഐ വാംലി വെൽക്കം ഡോക്ടർ ജോർജ് ഓണക്കൂർ, ദി ഓഥർ ഓഫ് ഇല്ലം, ടു ദിസ് ഫംഗ്ഷൻ. ഇവിടെ ഒരു മാർ വാനിയോസ് കണക്ഷൻ ഒന്നുകൂടി ഞാൻ ഹൈലൈറ്റ് ചെയ്യട്ടെ. ഓണക്കൂർ സാർ മാർ വാനിയോസിൽ മലയാളം ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ആയിരുന്നപ്പോൾ ശ്രീ ടി.പി. ശ്രീനിവാസൻ സാർ ഫോറിൻ സർവീസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ആയിരുന്നു. അവർ കൊളീഗ്സ് ആയിരുന്നു. അതുപോലെ കെ ജയകുമാർ സാർ ഓണക്കൂർ സാറിൻ്റെ ശിഷ്യനുമായിരുന്നു അന്ന് മാർ വാനിയോസിൽ. വർഷങ്ങൾക്കിപ്പുറം ഞാനും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പബ്ലിഷറാണ്, മാൻകൈൻഡ് പബ്ലിഷേഴ്സിൻ്റെ എഡിറ്റർ ശ്രീ സയൂജ് ബാലുശ്ശേരി. സയൂജ് ഏട്ടൻ ഈ നിയമസഭ ബുക്ക് ഫെസ്റ്റ് ജാൻ 2025 എന്ന ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനായി ഞങ്ങളോടൊത്ത് ആഞ്ഞു പരിശ്രമിച്ചു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മാക്സിമം ക്രിയേറ്റീവ് കൺട്രോൾ കവർ ഡിസൈനിങ് ആയാലും ഇതിൻ്റെ എഡിറ്റിങ്ങിലായാലും ഫോമാറ്റിൽ ആയാലും അദ്ദേഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. I warmly welcome Mr. Sayuj Balusheri, the editor of Mankind Literature, to this book release function. നിയമസഭാ സെക്രട്ടറിയായ ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറും ഈ ഫംഗ്ഷൻ he should have graced us on this occasion. അദ്ദേഹത്തിന് ഇച്ചിരി തിരക്കുള്ളതിനാൽ അദ്ദേഹം ഹീസ് ഓൺ ദ വേ. ഇൻ ഹിസ് ആബ്സെൻസ് ഐ അക്നോളജ് ഹിം. അദ്ദേഹം എനിക്ക് ഒരുപാട് കരിയർ അഡ്വൈസും തന്നിട്ടുണ്ട്. ഇന്ന് ഈ ഫംഗ്ഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യാനായി അതിൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനായി അദ്ദേഹം ഒരുപാട് ഡിഫിക്കൽട്ടീസ് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. ഐ അക്നോളജ് ഡോക്ടർ എൻ കൃഷ്ണകുമാർ സർ. ഹീസ് ഓൺ ദ വേ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സദസ്സിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്വാഗതം. ദാറ്റ്സ് ഓൾ ഫ്രം മൈ എൻഡ്. താങ്ക് യു. പരിമിതി പാലിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകണം. അതുകൊണ്ട് ഓരോരുത്തരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നതിന് ഞാൻ ഒരുങ്ങുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചു, വളരെ ഔദാര്യത്തോടു കൂടി പ്രിയപ്പെട്ട ടി പി ശ്രീനിവാസനും പ്രിയങ്കരനായ ശ്രീ കെ ജയകുമാറും ഈ വേദിയിൽ സന്നിഹിതരാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ രണ്ടറകൾ എന്നാണ് എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത്. താഴേക്ക് നോക്കുമ്പോൾ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. കാരിക്കാമണ്ഡപമുണ്ട്, പുഷ്പരാജുണ്ട്, സുഹൃത്തുക്കളെല്ലാം താഴെ ഇരിക്കുകയാണ്. എല്ലാവരും മുകളിലിരിക്കേണ്ടവരായിരുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇവിടെ മിഥുൻ മുരളി വളരെയേറെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വലിയ പ്രതിഭാശാലിയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ പുസ്തകം പരിഭാഷപ്പെടുത്തണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് ഞാൻ മിഥുനെ ശ്രദ്ധിച്ചത്, പ്രിയപ്പെട്ട മിഥുൻ മുരളി വളരെയധികം ശ്രദ്ധ നേടിയ, അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലക്ക്, പ്രധാനമന്ത്രിയുടെ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ എന്നുള്ള നിലക്ക്, സ്നേഹമുള്ള ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയ്ക്ക്, മിഥുൻ്റെ അച്ഛൻ മുരളി ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ ട്രഷററാണ്, ഞാനതിൻ്റെ പ്രസിഡൻറ്റും ആണ്. അപ്പോൾ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ആ ഒരു സ്നേഹം, മിഥുൻ്റെ കഴിവിലുള്ള അപാരമായ വിശ്വാസം, അതാണ് സത്യത്തിൽ ഈ പുസ്തകം പരിഭാഷപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു സന്ദേഹവും കൂടാതെ ഞാൻ അതിന് അനുവാദം നൽകിയത്. മാൻകൈൻഡിനെ സമീപിച്ചത് മുരളി തന്നെയാണ്. എനിക്ക് സത്യത്തിൽ പ്രിയപ്പെട്ട സയൂജ് ബാലുശ്ശേരിയെ ഇപ്പോൾ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ അവിചാരിതമായി പ്രത്യേക പ്രേരണയൊന്നും കൂടാതെ എൻ്റെ ഇല്ലം ഇംഗ്ലീഷിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ ഞാൻ വളരെ ആഗ്രഹിച്ചൊരു കാര്യമാണ് അത്. ദ സോഡ് ഇൻ ദ സോൾ, ഹൃദയത്തിലൊരു വാൾ. അതുപോലെ എൻ്റെ കാമന, എൻ്റെ പർവ്വതങ്ങളിലെ കാറ്റ്, ദ വിൻഡ് ഇൻ ദ മൗണ്ടൻസ്, പ്രണയ താഴ്വരയിലെ ദേവദാരു, വേർ ദ സെഡാർ ബ്ലൂംസ്, കൽത്താമര, ഓർക്കിഡ്, ഈ പേരുകളിലൊക്കെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. എൻ്റെ 7 നോവലുകൾ ഇതിനകം ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ഒരു പുസ്തകം ഓർക്കിഡ് അമേരിക്കയിലെ ക്ലർക്ക് അറ്റ്ലാന്റ യൂണിവേഴ്സിറ്റിയിൽ ടെക്സ്റ്റ് ആകാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളതും ഞാൻ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്നു. തീർച്ചയായും ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സാധാരണ കർഷക കുടുംബത്തിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇത് ഒരു എത്താവുന്ന നല്ല ഉയരമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ പുസ്തകത്തെ, ഇല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ സഖാവ് പി ഗോവിന്ദപിള്ള എൻ്റെ നോവലിന് എഴുതിയ ഒരു വിമർശനം ഉണ്ട്, അല്ലെങ്കിൽ വിമർശനമല്ല, ആസ്വാദനമാണ്. അദ്ദേഹം പറഞ്ഞത്, കാർഷിക ബന്ധ നിയമം കേരളത്തിൽ നടപ്പാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട്. തകഴിയുടെ രണ്ടിടങ്ങഴി അവസാനിക്കുന്നത് കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ കൃഷിഭൂമി കർഷകന് കിട്ടണം, ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഞാൻ എന്ന് പറയുമ്പോൾ EMS നമ്പൂതിരിപ്പാട് എന്ന് നിങ്ങൾ ധരിച്ചുകൊള്ളണം.
EMS മന്ത്രിസഭയുടെ കാലത്താണ് കാർഷിക ബന്ധ നിയമം ശ്രീമതി ഗൗരിയമ്മ അവതരിപ്പിച്ച് നിയമമായി പിന്നാലെ വന്നു. അതോടുകൂടിയാണ് ഭൂമിയുടെ മേലുള്ള അവകാശം കൃഷിക്കാരന് ലഭിക്കുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് ശേഷമുള്ള നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയെക്കുറിച്ചുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു ആസ്വാദനം, ഒരു അപഗ്രഥനം, ഒരു കഥാഖ്യാനം ഉണ്ടായിട്ടില്ല മലയാളത്തിൽ. ഇതാണ് ഇല്ലം ആണ് എന്ന് പറഞ്ഞത് മഹാനായ പി ഗോവിന്ദപിള്ളയാണ്. സൈദ്ധാന്തികനായ PG ആണ് എന്നുള്ളത് എനിക്ക് വലിയ അഭിമാനം തരുന്ന കാര്യമാണ്. അത് കവിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. 1980 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം എനിക്ക് ഈ പുസ്തകത്തിന് കിട്ടി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഈ പുരസ്കാരം എനിക്ക് സമ്മാനിച്ചത്. അന്ന് അവരോട് ആരംഭിച്ച ഒരു യാദൃച്ഛികമായ സംഭാഷണത്തിലൂടെ കൈവന്ന ഒരു ഹൃദയബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിൽക്കാലത്ത് ദ വിൻഡ് ഇൻ ദ മൗണ്ടൻസ്, പർവ്വതങ്ങളിലെ കാറ്റ് എന്നുള്ള നോവൽ ശ്രീമതി ഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കി എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല ഒരു പക്ഷേ. അതാണ് ആധാരം. വിമൻ എംപവർമെൻറ്റ്. ഞാനിവിടെ സാക്ഷരതാ സമിതിയുടെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഉന്നയിച്ച ഒരു മുദ്രാവാക്യമാണ് സ്ത്രീകളുടെ ശക്തീകരണം എന്നത്. ആ വിഷയം വെച്ചിട്ട് എഴുതിയ പുസ്തകമാണത്. അത് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. സാമാന്യം നന്നായിട്ട് വായിക്കപ്പെടുന്നു മലയാളവും ഇംഗ്ലീഷും എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെ ഇല്ലത്തിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. ഇത് കേരളത്തിൻ്റെ കാർഷിക മേഖലയെ, സാമൂഹിക അവസ്ഥയെ പുസ്തകം വഴി നമ്മുടെ കൈരളി അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദക ലോകം അംഗീകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മഹത്തുക്കൾ ഈ സായാഹ്നത്തിൽ ഇവിടെ സമ്മേളിച്ചതിലുള്ള സന്തോഷം, അഭിമാനം, നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ബുക്ക് റിലീസിനായി മുൻ അംബാസഡർ ശ്രീ TP ശ്രീനിവാസൻ സാർ അവർകളെയും അത് ഏറ്റുവാങ്ങുവാനായി മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ IMG ഡയറക്ടറും സർവോപരി എഴുത്തുകാരനുമായ ശ്രീ K. ജയകുമാർ IAS അവർകളെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കുവാനായി ശ്രീ TP ശ്രീനിവാസൻ സാറിനെ ക്ഷണിക്കുന്നു. Distinguished guests and friends, only 9 minutes left. I'll only take 3 minutes. First of all, I'd like to start by congratulating Mr. Jayakumar on his elevation to the illustrious people of literature of the world. I'm seeing him for the first time after he won this award. So we all felicitate him and also rejoice in his success and many more things to come. I have only 1 or 2 points to make because by sheer procedure, there is no time for analyzing the book or introducing it. I think you'll all have to read the book yourself. Why I am so delighted to be here is, one reason is that both Onakur George and Mithun Murali are my friends, even though they belong to 2 generations. Because Onakur was with me when I started teaching in Marianas College, and Mithun came to me as a teacher in Marianas College. And so between these 2 generations, I have a linkage. And like most of you, I think we have all something to do with Marianas College. The second reason why I'm happy is that Mithun has ventured to translate a Malayalam book into English, which shows his felicity with both the languages. And that is a kind of a very daring act as far as a youngster is concerned. My own preference was for him to write his own books rather than translate. And also, since he had taken me on as his mentor, I thought he should join the civil service as soon as possible. In the civil service, if you lose a couple of years, then you will not reach the top of the service. So this is the time for him to actually prepare for the civil service.
and do that. And then after retirement, we can all write books as I do and all others do. So this is the advice I had given him. But I think he is a little bit in two minds as to which is more important for him. And the recognition that he has got in these ventures of his in literature, I think have encouraged him to do more of this rather than preparing for the civil service. But I would still advise him, and he assured him that after this book release, he is going to concentrate on the civil service examination. Of course, Onakur George is a very close friend, and his warmth and his affection, and the fact that we are able to meet once in a while in Trivandrum, a great pleasure. But the one point that I wanted to make on this occasion is the fact that we are getting a classic translated into English. I often say to many of my friends that if only we had translated the classics in Malayalam into English, we would have got a couple of Nobel Prizes for Malayalam by now. Because the very fact that our major works are not translated into English is the reason why Kerala has not got a Nobel Prize as yet. We know very well that Rabindranath Tagore got the Nobel Prize basically because he himself translated it into English. So what we need to do is to translate as much as possible our literature into English so that it can be exposed to the international audience. And then I think there would be more approbation, more acceptance of Malayalam literature. Dr. Ayyappa Panikar started it as a particular mission, and he himself translated, and he encouraged a lot of people to translate. But the problem with Nobel Prize is that you have to complete this translation before the author dies, because only those who are alive can get the Nobel Prize. So we have to start very early in case we want a writer to get a Nobel Prize. All his works have to be translated. So this is a very good example of how a young person with all the faculties intact and ability to translate into the languages, I think it's a very good step that he has taken. So in the interest of Malayalam literature and the recognition of it all around the world, this is indeed a very important step. As far as the book is concerned, I have nothing to say. We should have given all the time to Onakur so that he could have told us more about it. But of course, it relates to a historical time in Kerala's history. And I have something autobiographical about that, because you see this hero coming back to Kerala and finding all these strange things. This used to happen to me every 3 years when I was abroad. Every time I came back to Trivandrum, it was a new world. And we used to depend on diplomatic bags to read about Kerala or to read newspapers. Now it has changed. So every time I came here, every 3 years, I discovered a new Kerala. And finally, last 20 years I'm here, and it enabled me to be in touch with the world. But for a person who has been away for many years, when he comes and sees the new Kerala, it is a unique experience. So that's what I was thinking about, the advantage of somebody coming and seeing Kerala once in a while, and the disadvantages of those who are away and are not able to absorb the changes in Kerala. So these reasons, I'm very happy to be here and have the pleasure of releasing Mithun's book. Thank you very much. അധ്യക്ഷ പ്രസംഗത്തിനായി ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ ജയകുമാർ IAS അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, 3 മിനിറ്റും 27 സെക്കൻഡും കൊണ്ട് ഞാനും സംസാരിക്കണം, കൃഷ്ണകുമാർ സംസാരിക്കണം. വോട്ട് ഓഫ് താങ്ക്സ് പറയണ്ട, ഞങ്ങളത് വേണ്ട. ഞങ്ങൾ സെക്രട്ടറി പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഇതൊരു കുടുംബ ചടങ്ങാണ്, പല കാരണങ്ങൾ കൊണ്ട്. ഓണക്കൂർ സാറിൻ്റെ നോവല്, സാറ് നോവലിസ്റ്റായി പരിണമിക്കുന്ന ഘട്ടം മുതൽ എനിക്കറിയാം എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയാണെങ്കിലും സാറിൻ്റെ ആദ്യ നോവൽ അകലെ ആകാശം രൂപപ്പെടുന്നത് മുതൽ ഏറ്റവും ഒടുവിലത്തെ എഴുത്ത് വരെ കൂടെ നടക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഇല്ലത്തിൻ്റെ പിറവി ഒക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തും അതിന് ശേഷവും ഒക്കെ ഇല്ലത്തിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർക്കാണ് ഇല്ലം. മാത്രവുമല്ല, ആ ഇല്ലം ഓണക്കൂർ സാറിനെ പറ്റി മിക്കവാറും ആളുകളൊക്കെ നല്ലതേ പറയാറുള്ളൂ. ഇനി ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ പോലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് സംശയം പോലും
ഇല്ലാത്ത രീതിയിൽ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം എന്താണ്, കറകളഞ്ഞ മതനിരപേക്ഷതയുടെ സെക്യുലറിസത്തിൻ്റെ ഇത്രയും ഒരു ഉജ്ജ്വലമായ ഉദാഹരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് അദ്ദേഹം എടുത്തണിയുന്ന ഒരു കുപ്പായമല്ല, അത് അദ്ദേഹത്തിൻ്റെ ചർമ്മം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ബീയിങ് ആണ്. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലിരുന്ന് പഠിക്കാൻ മാത്രമല്ല ആശയവിനിമയം നടത്താനും എല്ലാം സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് എന്തുമാത്രം ജീവിതത്തിൽ ആശയപരമായ ഔന്നത്യവും ധിഷണാപരമായ ധൈര്യവും ഉണ്ടാക്കി തന്നു എന്നുള്ളത് ജീവിച്ചവർക്കേ അറിയാവുള്ളൂ എന്നുള്ളതാണ്. നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് അപകടം പിടിച്ച പ്രത്യയശാസ്ത്രങ്ങൾക്കിടയിലൂടെ നടന്നു പോകുമ്പോഴും നമുക്ക് പരിക്ക് പറ്റാതിരിക്കുന്നത് ആദ്യകാലത്ത് കിട്ടിയ ഈ സംരക്ഷണമാണ്, ഈ നറിഷ്മെൻ്റാണ് എന്ന് ഞാൻ വളരെ നന്ദിയോടുകൂടി കൃതജ്ഞതയോടുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അങ്ങനെയുള്ളൊരു എഴുത്തുകാരൻ മതനിരപേക്ഷത അല്ലെങ്കിൽ മറ്റ് ജാതി മതങ്ങളോടുള്ള ബന്ധത്തിലുള്ള ഹൃദ്യത, അങ്ങനെ ഒരാൾക്ക് മാത്രമേ ജോർജ് ഓണക്കൂർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന് ഈ ഇല്ലത്തിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന കഥ അതിൻ്റെ സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ വിശദാംശങ്ങളോടും കൂടി തൻ്റെ സ്വന്തം വീട്ടിൻ്റെ കഥ പോലെ പറഞ്ഞ് വയ്ക്കാൻ സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാല്യ യൗവന കാലങ്ങളിലെ മതനിരപേക്ഷമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ പരിച്ഛേദം അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപനമാണ് ഈ ഒരു നോവൽ എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കും. മറ്റത് ഓണക്കൂർ സാറിൻ്റെ ഈ നോവലുകളെ പറ്റി പറഞ്ഞാൽ അതിലെ പ്രമേയ വൈവിധ്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയെപ്പറ്റി എഴുതുന്നു, ദേവദാരുക്കളുടെ അതിനെപ്പറ്റി എഴുതുന്നു, പിന്നെ അകലെ ആകാശം എഴുതുന്നു, ഉൾക്കടൽ എഴുതുന്നു. വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ എല്ലാ പ്രമേയങ്ങളോടും തനിക്ക് ബന്ധമുണ്ട് താനും. അത്തരത്തിലുള്ള ഒരു നോവലിസ്റ്റ്, പ്രമേയ വൈവിധ്യം കൊണ്ട് നമ്മളെ അന്ധാളിപ്പിക്കുന്ന ഒരു നോവലിസ്റ്റാണ് അദ്ദേഹം. അതിൽ ഒരുപക്ഷെ പരിഭാഷപ്പെടുത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കൃതി ഇല്ലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കണം മറ്റ് പരിഭാഷകർ തൊടാതെ അതവിടെ വച്ചിട്ട് പോയത്. അതെടുത്ത് സാറ് മിഥുൻ മുരളിക്ക് കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ഈ ഒരു പുസ്തകം പിന്നെ സാറ് പറഞ്ഞല്ലോ, ഇതിനകത്ത് ഗോവിന്ദ PG പറഞ്ഞതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതുതന്നെയാണ് ഒരു നല്ല കൃതിയുടെ ലക്ഷണം. സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഒരു ദർപ്പണമായി ഒരു കൃതി എപ്പോൾ മാറുന്നുവോ ആ കൃതി മാത്രമേ ഓർമ്മിക്കപ്പെടുകയുള്ളൂ. മറ്റതെല്ലാം കാലികമായിട്ട് വരുന്ന അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുണ്ടാകുന്ന വൈകാരിക വിക്ഷോഭങ്ങളെ പകർത്തി വെച്ചാൽ നോവലാവുകയില്ല. അത് നമ്മുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു മുഹൂർത്തത്തെ അല്ലെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ഒരു കണ്ണാടി കൂടിയാവുമ്പോഴാണ് ഒരു കൃതി ക്ലാസിക്കായി മാറുന്നത്. ആ അർത്ഥത്തിൽ ഇല്ലം ഒരു ക്ലാസിക് നോവലാണെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു ശങ്കയുമില്ല. അതുകൊണ്ട് ഓണക്കൂർ സാറിൻ്റെ സചേതനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ കടപ്പാട് അതാണ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കുള്ള കടപ്പാട് ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. മിഥുൻ മുരളിയെപ്പറ്റി കൂടെ ഒരു വാക്ക് പറയാതെ ഈ ചടങ്ങ് പൂർണ്ണമാവുകയില്ല. മിഥുൻ മുരളിയുടെ കുടുംബം മുഴുവൻ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് IMGയിലും അതുപോലെ ദേവസ്വം ബോർഡിലും. വളരെ കൃത്യമായിട്ടറിയാം. TP ശ്രീനിവാസ് സാർ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഉപദേശമാണ് ഞാൻ ഈ മിഥുൻ മുരളിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നീ IAS-ലൊന്നും പോയി വെറുതെ ജീവിതം പാഴാക്കണ്ട എന്നും, തനിക്ക് എഴുത്താണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെങ്കിൽ ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്, ബിക്കം എ ബിഗ് റൈറ്റർ. അതാണ് ഞാൻ കൊടുത്ത ഉപദേശം. പിന്നെ അദ്ദേഹം അത് വേണ്ട, IAS വരണം എന്ന് പറയുന്നത് ദോഷമൊന്നുമില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ കൊണ്ടു കിടക്കുക അത്ര എളുപ്പമല്ല എന്ന് ജീവിതത്തിലൂടെ അറിഞ്ഞ ഒരുത്തനാണ് ഞാൻ. എവിടെയാണ് നമ്മുടെ ഹൃദയം ആ വഴിക്ക് പോവുകയാണ് ബുദ്ധി. ഇപ്പോൾ അതുപോട്ടെ, അതൊക്കെ സ്വന്തം ഡിസിഷനാണ്, നമ്മളിതൊക്കെ പറയുന്നു എന്ന് മാത്രം. ഹീസ് എ ബോൺ റൈറ്റർ. അതാണ് മിഥുൻ മുരളിയുടെ ഗുണവും ദോഷവും. അയാൾക്ക് എഴുതാതെ എഴുത്തെല്ലാം നിർത്തി ഇയാൾ IAS-ൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ശല്യമാവും സാർ. അങ്ങനെ ബിക്കോസ് ആ ബോൺ റൈറ്ററാണ്, എഴുത്തിലാണ് അയാളുടെ ഒരു ഫുൾഫിൽമെൻറ്റ്. അങ്ങനെയുള്ള ഒരാളെ എഴുതാൻ വിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഇൻ എ വെരി ഷോർട്ട് വൈൽ അദ്ദേഹം വളരെ വലിയ നേട്ടങ്ങൾ നേടിക്കഴിഞ്ഞു, അംഗീകാരങ്ങൾ നേടിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും പരിഭാഷകൻ എന്നുള്ള നിലയ്ക്കും എല്ലാം മിഥുൻ മുരളി അദ്ദേഹത്തിൻ്റെ ആർജവം കൊണ്ട് നമ്മുടെ മുമ്പാകെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ജീവിതം കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ സാഹിത്യപാതയിൽ എല്ലാ ആശംസകളും വിതറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകം ഇത്ര ഭംഗിയായി അതിൻ്റെ അന്തരീക്ഷം വിടാതെ ചോരാതെ പരിഭാഷപ്പെടുത്തിയതിന് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു വാക്കും കൂടെ പറയേണ്ടതുണ്ട്. ഏതായാലും ടൈം അപ്പം ഇങ്ങനെ കാണിച്ച് പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ആരും വന്നിട്ടില്ല, അടുത്ത ആളുകൾ വന്നിട്ടില്ലെന്നാണ്. വന്നോ? അടുത്ത ആൾ വന്നോ? അന്നെങ്കിൽ ഇപ്പം നിർത്താം. അതെന്ന് വെച്ചാൽ പരിഭാഷയെപ്പറ്റി പണ്ട് കാലത്തുള്ളതുപോലെ അല്ല ഇന്ന് പരിഭാഷയുടെ മാർക്കറ്റ്.
പരിഭാഷ ഈസ് എ ബിഗ് ബിസിനസ്. ബിഗ് ബിസിനസ് മാത്രമല്ല, ലോകം മുഴുവൻ പരിഭാഷയെ ശ്രദ്ധിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് ലോകമെല്ലാം ഒരുപോലെ ഇരിക്കുമ്പോൾ വ്യത്യസ്തമായ സാഹിത്യ രൂപങ്ങളുടെ അഭിരുചി ഉണ്ടാകുന്നത് സ്വാഭാവികം. അതുകൊണ്ടാണ് ഈ പരിഭാഷ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സാഹിത്യ പ്രവർത്തനമായി മാറിയിരിക്കുന്നത്. മറ്റു ഭാഷകളൊക്കെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒന്നും ചെയ്യില്ല. കാരണം 25 ഭാഷകളുണ്ട്, ആരെയും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. NBT ചെയ്യുന്നത് വളരെ പരിമിതം, സാഹിത്യ അക്കാദമി ചെയ്യുകയില്ല. ആകെ ചെയ്യേണ്ടത് അതത് ഭാഷകൾ ചെയ്യണം. അങ്ങനെ തമിഴ് ഇപ്പോൾ ഞങ്ങൾ മലയാള യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച ഒരു പ്രോജക്റ്റ് അവർ അന്തസ്സായിട്ട് എടുത്തുകൊണ്ട് പോയി ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണം കൊടുത്ത് നല്ല നല്ല പുസ്തകങ്ങൾ, തമിഴ് വർക്ക്സ് മേജർ റൈറ്റേഴ്സിനെ കൊണ്ടും മേജർ ട്രാൻസ്ലേറ്റേഴ്സിനെ കൊണ്ടും മേജർ പബ്ലിഷേഴ്സിനെ കൊണ്ടും അവർ ചെയ്തുകൊണ്ട്, ഇതാണ് മലയാള യൂണിവേഴ്സിറ്റി ആരംഭിച്ച പ്രോജക്റ്റ്. ട്രാൻസ്ലേഷൻ പ്രോജക്റ്റ് ആരംഭിച്ചു. 16 പുസ്തകങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു വിത്ത് വെരി OUP പോലെ, അതുപോലെ നിയോഗി ബുക്സ് പോലെയൊക്കെ വളരെ നല്ല പബ്ലിഷേഴ്സിനെ കൊണ്ട്. അല്ല വെറുതെ ഈ പിന്നെ എന്താണ് അവിടെ ഒരു സ്ഥലമുണ്ടല്ലോ ഡൽഹിയിൽ ഈ പുസ്തകങ്ങൾ വിൽക്കുന്ന സ്ഥലം, അവിടെയുള്ള കടയല്ല. ആ കടകളിൽ പിന്നെ ദരിയാഗഞ്ചിലെ പബ്ലിഷേഴ്സ് അല്ല, നേരെ മറിച്ച് ലീഡിംഗ് പബ്ലിഷേഴ്സിനെ കൊണ്ട് 16 പുസ്തകങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഞാൻ അവിടുന്ന് പോയപ്പോൾ ഉണ്ടായ ഒരു ഒബ്ജക്ഷൻ എന്തെന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റി എന്തിനാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്, പഠിപ്പിച്ചാൽ പോരെ. ഓ ശരി, അങ്ങനെ വച്ച് കെട്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറു ചോദ്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്സും ഒക്കെ എന്തിനാണ് ഈ വൃഥാ വ്യായാമം ചെയ്യുന്നത്? ബിക്കോസ് അത് അവരുടെ ധർമ്മമാണ് എന്ന് പറഞ്ഞ പോലെ മലയാള സാഹിത്യത്തെ വിശ്വസാഹിത്യത്തിന് പരിചയപ്പെടുത്തുക എന്നൊരു ധർമ്മം മലയാളം സർവകലാശാല ഏറ്റെടുത്തെങ്കിലും അത് വഴിയിൽ വെച്ച് വീണുപോയി. അത് ഏറ്റെടുത്ത് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിക്കൂടെ. പിന്നെ വയസ്സുകാലത്ത് ഇതൊക്കെ വേണമോ ഏടാകൂടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത്. അത് കന്നഡയിൽ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് രാമചന്ദ്ര ഗുഹ ഉൾപ്പെടെ ഒരുപാട് പേരുടെ ഒരു വലിയ ഫൗണ്ടേഷൻ കന്നഡ ബുക്സിന് വേണ്ടി വേൾഡ് വൈഡ് ആയിട്ടുള്ള പരിഭാഷകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇക്കാര്യത്തിൽ വളരെ ഉദാസീനരാണ്. എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അവരെ പിടിച്ച് താഴെയിട്ട് ചവിട്ടാൻ തയ്യാറായി കാലം കഴിയ ആളുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നെപ്പോലുള്ളവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ചെയ്യേണ്ടതാണ്. സർക്കാരോ പബ്ലിഷേഴ്സോ ആരെങ്കിലുമൊക്കെ ചെയ്ത് മലയാളത്തിലെ ഉന്നതരായിട്ടുള്ള എഴുത്തുകാരെ ലോക സാഹിത്യത്തിൻ്റെ പൂമുഖത്ത് കൊണ്ട് നിർത്തി കൊടുക്കാൻ നമുക്കൊരു അവകാശമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതിൽ ഒരു ചെറിയ ജോലിയാണ് ശ്രീ മിഥുൻ മുരളി നിർവഹിച്ചിരിക്കുന്നത്. മിഥുൻ മുരളിക്കും ഓണക്കൂർ സാറിനും ഒരിക്കൽ കൂടി എൻ്റെ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസാ പ്രസംഗത്തിനായി ആദരണീയനായ കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N. കൃഷ്ണകുമാർ സാറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള എൻ്റെ ആരാധ്യനായ ഗുരുനാഥൻ K. ജയകുമാർ സാർ, ഏവർക്കും പ്രിയങ്കരനായ TP ശ്രീനിവാസ് സാർ, ജോർജ് ഓണക്കൂർ സാർ, ഇന്നത്തെ നായകൻ മിഥുൻ മുരളി, നന്ദി പ്രകാശിപ്പിക്കാൻ സന്നിഹിതനായിരിക്കുന്ന സയൂജ് ബാലുശ്ശേരി, മറ്റ് പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൻ്റെ ആദ്യ വരി നോക്കുകയായിരുന്നു. കരിഞ്ഞുണങ്ങിയ നെൽപ്പാടങ്ങൾക്കപ്പുറം കരഭൂമിയിൽ കരിമ്പനകൾ തലയുയർത്തി നിൽക്കുന്നു. കരിഞ്ഞുണങ്ങിയ കരഭൂമിയിൽ കരിമ്പനകൾ. സാർ ഇതൊരു പോയട്രി ആണോ അതോ പ്രോസ് ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. ഒരു പൊയറ്റിക് ലാംഗ്വേജ്, പ്രാസമുള്ള പൊയറ്റിക് ലാംഗ്വേജ്. ഇതുപോലെ ട്രാൻസ്ലേഷൻ വളരെ ബുദ്ധിമുട്ട്, നമുക്കറിയാം. അതിന് മിഥുൻ മുരളി വളരെ കഷ്ടപ്പെട്ട് 2 പാർട്ടായിട്ടാണ്, ബിയോണ്ട് പാഡി ഫീൽഡ്സ്, ദെൻ ബിയോണ്ട് ദം പാം ട്രീസ് സ്റ്റാൻഡ് ടോൾ ആസിഫ് ഗ്രിം റിമൈൻഡേഴ്സ് ഓഫ് ദി പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുക ഭയങ്കര ദുഷ്കരമാണ്. എന്നാലും ഇപ്പം നേരത്തെ നമ്മുടെ എല്ലാം ജയകുമാർ സാർ പറഞ്ഞതുമാതിരി ആ ദൗത്യം, ആ റിസ്ക്, ആ ചലഞ്ച് ഏറ്റെടുത്ത മിഥുന് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, സാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ജോർജ് ഓണക്കൂർ സാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിയമസഭയെ സംബന്ധിച്ചിടത്തോളം സാറ് വളരെ വലിയൊരു അസറ്റാണ്. ഞങ്ങളിപ്പോൾ ഒരു വലിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് എന്ന് പറഞ്ഞ വർക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിലാണ്. അതിൻ്റെ വർക്കിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റിയിലെ ടീമിനെ ലീഡ് ചെയ്യുകയാണ് നമ്മുടെ ജോർജ് ഓണക്കൂർ സാർ. സാറിനെ ആദ്യം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞത്, എൻ്റെ ഗുരുനാഥനായ ആദരണീയനായ K. ജയകുമാർ സാറിൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞാണ് ഞാൻ പരിചയപ്പെടുന്നത് ജോർജ് ഓണക്കൂർ സാറിനെ. സാറിൻ്റെ വളരെ നല്ല വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഞങ്ങളുടെ ഈ ടീമിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് വോളിയം ഉടനെ തന്നെ റിലീസാവുന്നു, വർക്ക് തീർന്നിരിക്കുകയാണ്. എന്തായാലും
സാറിൻ്റെ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവസരം കിട്ടിയത് മിഥുനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു അഭിമാനകരമായ മുഹൂർത്തം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടയ്ക്ക് മിഥുൻ്റെ അമ്മ ഞങ്ങളൊക്കെ ഒന്നിച്ച് അവിടെ IMGയിൽ സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. ഞാൻ അവിടെ IMGയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിഥുൻ്റെ അമ്മ പറയാറുണ്ട്, സാറിനോട് പറയും, ജയകുമാർ സാറിനോട് പറയും, ഇവൻ നെറ്റ് എഴുതുന്നില്ല, പിന്നെ റിസർച്ച് ചെയ്യുന്നില്ല, അതായത് സിവിൽ സർവീസിന് ട്രൈ ചെയ്യുന്നില്ല എന്നൊക്കെ അമ്മ പറയുമ്പോൾ സാറ് പറയും, അതൊന്നും ഇപ്പം നിർബന്ധിക്കേണ്ട, അതിൻ്റെ രീതിയുണ്ട്, അതനുസരിച്ച് അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അത് കൃത്യമായി സംഭവിച്ചു. ആ സാറ് പറഞ്ഞ വാക്കുകൾ സാർത്ഥകമായി മിഥുൻ മുരളി അദ്ദേഹത്തിൻ്റെ തന്നെ വഴി കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെ പ്രത്യക്ഷമായ, പ്രകടമായ, സ്പഷ്ടമായ, വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഈ പുസ്തകം എന്ന് എല്ലാവരുടെ മുമ്പിൽ സമർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുവാനായി കോഴിക്കോട് മാൻകൈൻഡ് ലിറ്ററേച്ചറിൻ്റെ എഡിറ്റർ സായൂജ് ബാലുശ്ശേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ പരിമിതമായൊരു സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് വലിയൊരു നന്ദി പ്രകാശനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച കെ ജയകുമാർ IAS, ഈ പുസ്തകം വളരെ മനോഹരമായി പ്രകാശനം ചെയ്ത TP ശ്രീനിവാസൻ IFS, നമ്മുടെ ബഹുമാന്യനായ ഓഥർ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, ഇന്ന് ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിച്ച ഡോക്ടർ N കൃഷ്ണകുമാർ, പിന്നെ നമ്മുടെ വളരെ മനോഹരമായ രീതിയിൽ എല്ലാവരും പറഞ്ഞ പോലെ അതിൻ്റെ പുസ്തകത്തിൻ്റെ സോൾ നഷ്ടപ്പെടാതെ അത് പരിഭാഷപ്പെടുത്തിയ മിഥുൻ മുരളി, എല്ലാവർക്കും മാൻകൈൻഡ് ലിറ്ററേച്ചറിൻ്റെയും ഇവിടെ വന്ന എല്ലാവരുടെ പേരിലും നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.